സോ യെസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ദിലീപിൻ്റെ കേസിലെ രണ്ടാം പ്രതി മാർട്ടിൻ്റെ പുതിയൊരു വീഡിയോ വന്നിട്ടുണ്ട്. നമുക്കെന്തായാലും അതാണ് ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഒരു തവണ കണ്ടതേ ഉള്ളൂ. അതിനുശേഷം ഇപ്പം റിയാക്ട് ചെയ്യാനാണ് വീഡിയോ എടുക്കുന്നത്. അതിൻ്റെ കൂടെ എനിക്ക് ആഡ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. സോ യെസ്, നമുക്ക് എന്തായാലും വീഡിയോ കണ്ടുപോകാം. എന്റെ പേര് മാർട്ടിൻ എന്നാണ്. നടിയെ ആക്രമിച്ച കേസിൽ രണ്ടാം പ്രതിയായിട്ട് തന്നെ 5 കൊല്ലത്തോളം റിമാൻഡ് ചെയ്തിട്ടായിരുന്നു. ഇപ്പൊ സുപ്രീം കോടതി ബെയിലിൽ എനിക്ക് കിട്ടി. ഞാൻ പുറത്തിറങ്ങിയിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട യഥാർത്ഥ സത്യങ്ങൾ, നടൻ ദിലീപിനെ ചതിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കേസിലെ യഥാർത്ഥ സത്യങ്ങൾ എനിക്കറിയാം. അതിന്റെ പേരിൽ മാത്രം ഇത്രയും നാളെ എന്നെ ജയിലിലിട്ടായിരുന്നത്. നടൻ ലാലും, ഡയറക്ടർ ശ്രീകുമാർ മേനോനും, നടി മഞ്ജു വാര്യറും, രമ്യ നമ്പീശനും, ഭാവനയും ചേർന്ന് ദിലീപിനെ ചതിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കെണിയാണ് ഈ കേസ്. വണ്ടിയിൽ നടീനെ ആക്രമിച്ചു എന്ന് പറയപ്പെടുന്നത് വെറുതെ പറയുന്നത്. തൃശ്ശൂർ നടിയുടെ വീട്ടിൽ നിന്ന് തുടങ്ങി നടൻ ലാലിന്റെ വീട് വരെ ഞാനാണ് വണ്ടി ഓടിച്ചായിരുന്നത്. ഇതിന്റെ ഇടയിൽ എറണാകുളം നടൻ ലാലിന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞതനുസരിച്ച് നടൻ ലാലും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപും പൾസർ സുനി എന്ന് പറഞ്ഞ വ്യക്തിയും ലാലിന്റെ അളിയൻ പ്രൊഡ്യൂസറും ഉണ്ടായിരുന്നു. ഇവർ ഇത്രയും പേരുടെ നേതൃത്വത്തിൽ ലാലിന്റെ വീട്ടിൽ നിന്നാണ് എന്നെ XUV വണ്ടിയിൽ നടിയുടെ വീട്ടിൽ പോയി കൊണ്ടുവരണം. പോരാത്തതിന് നടി എന്തെങ്കിലും സഹായം ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെയ്തു കൊടുക്കണം എന്നും പറഞ്ഞു. പിന്നെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ പറഞ്ഞു, നടിക്ക് നിന്റെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിന്റെ മൊബൈൽ അവൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കണം എന്ന് പറഞ്ഞായിരുന്നു. പിന്നെ നടിയുടെ അമ്മയുടെ നമ്പർ എനിക്ക് എന്നിട്ട് പറഞ്ഞു പാലിയേക്കര ടോൾ കഴിഞ്ഞതിന് ശേഷം മാത്രം നടിയുടെ. ഞാൻ ഈ വീഡിയോയുടെ ഇടയിൽ ഇൻ്റർഫിയർ ചെയ്ത് എന്തായാലും റിയാക്ട് ചെയ്യുന്നില്ല. ഏറ്റവും അവസാനം ഈ വീഡിയോ കണ്ട് പൂർണ്ണമായ ശേഷം വളരെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. സോ വീഡിയോ തീർന്ന ശേഷം ഞാൻ എന്തായാലും റിയാക്ട് ചെയ്യുന്നതാണ്. വീട്ടിലേക്കും അമ്മേനെ വിളിച്ചിട്ട് വീട്ടിലെ വഴി വെച്ച് പോയാൽ അതെന്നും പറഞ്ഞ് ഫോൺ നമ്പർ തന്നെ എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് ലാലിന്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 4:30-5 മണി ടൈമിൽ ഇറങ്ങി പാലിയേക്കര അവർ അതിന്റെ ഇടയ്ക്ക് ഞാൻ പോകണമെന്നതിന്റെ ഇടയ്ക്ക് ഇവർ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ചായിരുന്നു. ഇതിനുശേഷം പാലിയേക്കര ടോൾ എത്തിയതിനു ശേഷം നടിയുടെ വീട്ടിലേക്കുള്ള വഴി എനിക്കറിയാത്ത കാരണം വിളിച്ചു ചോദിച്ച് വഴി അന്വേഷിച്ച് ഞാൻ ചെന്നു. നടിയുടെ വീടിന്റെ ഫ്രണ്ടിലെത്തി കഴിഞ്ഞപ്പോൾ വീണ്ടും ഗേറ്റ് തുറന്നിട്ടുണ്ടായിരുന്നു. എന്നോട് വണ്ടി ഉള്ളിൽ കയറ്റിടാൻ പറഞ്ഞു. ഭാവനയും അമ്മയും അവിടെ ഫ്രണ്ടിൽ നിൽക്കണ്ടായിരുന്നു ഫോണും പിടിച്ച്. അത് കഴിഞ്ഞ് വണ്ടി അവരെ കാർപോർച്ചിൽ കയറ്റിടാൻ പറഞ്ഞു. ഞാൻ വണ്ടി കാർപോർച്ചിൽ കയറ്റിട്ട് വണ്ടി ഓഫാക്കി നിന്നപ്പോഴത്തേക്കും ഭാവനയുടെ അമ്മ വീടിന്റെ അകത്തേക്ക് കയറിപ്പോയി. നടി വന്ന് വണ്ടിയുടെ സൈഡിൽ ഡോറിന്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ തട്ടിയിട്ട് വണ്ടി ഡോർ ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു. ഓപ്പൺ ചെയ്തു. മാർട്ടിൻ എന്നല്ലേ നിന്റെ പേര്? എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപ് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ ഡ്രൈവറാ വിടുന്നുണ്ടെന്നും പറഞ്ഞ്. ഞാൻ പറഞ്ഞു അതേ ലാൽ ക്രിയേഷനിൽ നിന്ന് വന്നതെന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞപ്പോൾ നടി വണ്ടിയിലേക്ക് കയറി എന്നിട്ട് പറഞ്ഞു വേറെ എന്തെങ്കിലും പറഞ്ഞായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്റെ ഫോൺ മേഡത്തിന് തന്നെ അനൂപ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ അന്ന് മാർട്ടിൻ പറഞ്ഞതനുസരിച്ച് ഫോണും തരാൻ പറഞ്ഞു. എന്റെ ഫോൺ ഞാൻ കൊടുത്തു. ഇത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു വണ്ടി സ്റ്റാർട്ട് ആക്കിയിട്ട് ഗ്ലാസ് എല്ലാം കയറ്റിട്ടിട്ട് മാർട്ടിൻ കുറച്ചു നേരം ഒന്ന് പുറത്തിറങ്ങി നിൽക്കാൻ പറഞ്ഞു. നടി പറഞ്ഞതനുസരിച്ച് ഞാൻ നടിയുടെ വീട്ടിൽ വെച്ച് തന്നെ വീടിന്റെ പുറത്തിറങ്ങി നിന്നു. അത് കഴിഞ്ഞ് ഏകദേശം ഒരു അരമണിക്കൂറോളം നടി ഉള്ളിൽ ഇരുന്ന് ഫോണിൽ സംസാരിക്കണ്ടായി. എന്താ സംസാരിച്ചതെന്നൊന്നും എനിക്കറിയില്ല. ഇത് കഴിഞ്ഞതിന് ശേഷം എന്നോട് ഗ്ലാസ് കൊട്ടിയിട്ട് പറഞ്ഞു വണ്ടി കയറാൻ പറഞ്ഞു. ഞാൻ വണ്ടി കയറിയപ്പോൾ നടിയോട് പറഞ്ഞു വണ്ടി ഓഫ് ചെയ്ത് മാറ്റി ഞാൻ പോയി ഡ്രസ്സ് മാറിയിട്ട് വരാം, നമുക്ക് എറണാകുളത്തേക്ക് പോകാൻ ആദ്യം പറഞ്ഞ. എറണാകുളത്തേക്ക് പോകാൻ പറഞ്ഞു. നടി എന്റെ ഫോണും പിടിച്ചുകൊണ്ട് തന്നെ വീടിന്റെ അകത്തേക്ക് കയറിപ്പോയി. ഇത് കഴിഞ്ഞ് ഏകദേശം ഒരു അരമണിക്കൂർ മേലെടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് 2 കളർ ബാഗ് ഉണ്ടായിരുന്നു. ഒരു ബ്ലാക്ക് കളർ ബാഗും ഒരു റെഡ് കളർ ബാഗും. ഈ റെഡ് കളർ ബാഗിൽ പൈസയായിരുന്നു. കുറച്ച് പൈസ പോകുന്ന വഴിക്ക് അത്താണിയിൽ വെച്ച് എന്റെ സുഹൃത്തുക്കൾ വരും, അവർക്ക് കൊടുക്കാനെന്ന് പറഞ്ഞു. നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് തിരിയണം സിഗ്നലിന്റെ അവിടെ വെച്ച്. ശരി എന്ന് പറഞ്ഞാൽ വണ്ടിയിൽ എടുത്ത് കയറ്റി വയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കയറ്റി വെച്ചു. നടി എൻ്റെ ഒപ്പം പിറകിലെ സീറ്റിൽ വണ്ടിയിൽ കയറി. ഇത് കഴിഞ്ഞ് വണ്ടി അവിടെ നിന്ന് എടുത്തു. ഈ സമയത്തൊന്നും എന്റെ ഫോൺ എന്റെ തന്നെ ഇല്ല, നടിയുടെ കയ്യില്ല. പോരുന്ന വഴി നടി ഒരുപാട് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. 3 ഫോൺ നടിയുടെ ഭാവനയുടെ വേറെ ഉണ്ടായിരുന്നു. ഈ ഫോണിൽ നിന്ന് മാറി മാറി സംസാരിക്കണ്ടേ. പിന്നെ വീണ്ടും എന്നോട് പറഞ്ഞു നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് തിരിയണ സിഗ്നലിന്റെ അവിടെ എത്തിക്കഴിയുമ്പോൾ എന്നോട് പറയണം എന്റെ സുഹൃത്തുക്കൾ അവിടെ വന്നിട്ടുണ്ട്, അവരൊന്ന് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. നടി പറഞ്ഞതനുസരിച്ച് വരുന്നതിന്റെ ഇടയിൽ പിന്നെ പയ്യെ പോയാൽ മതി എന്ന് എന്നോട് പറഞ്ഞായിരുന്നു. വരുന്നതിന്റെ ഇടയിൽ നെടുമ്പാശ്ശേരി എയർപോർട്ട് സിഗ്നലിന്റെ അവിടെ വെച്ച് വണ്ടി നിർത്താൻ പറയണമെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞു സിഗ്നലിലെത്തി കഴിഞ്ഞപ്പോൾ അവിടെ 2 വണ്ടിയിൽ, ഒരു ഇന്നോവയിലും ഒരു സ്വിഫ്റ്റ് ഡിസൈർ കാറിലും 2 വണ്ടി അവിടെ വന്ന് കിടക്കണ്ടായിരുന്നു ലെഫ്റ്റ് സൈഡിലായിട്ട്. വണ്ടി പാർക്ക് ലൈറ്റ് ഇട്ട് ഓണാക്കി അവിടെ നിർത്തിയായിരുന്നേ. കഴിഞ്ഞാൽ എന്റെ ഫ്രണ്ട്സ് ആണ് അവർ ആ വണ്ടിയുടെ അവിടെ ചവിട്ടി നിർത്താൻ പറഞ്ഞു. അപ്പോഴത്തേക്കും വണ്ടി പൈസ സ്ലോ ആക്കി ഇറങ്ങി ലെഫ്റ്റ് സൈഡ് ചവിട്ടി ഒതുക്കി എത്തി കഴിഞ്ഞപ്പോൾ ആ സ്വിഫ്റ്റ് കാറിൽ നിന്ന് 3 പേര് ഇറങ്ങി വന്നായിരുന്നു. 3 പേര് ഇറങ്ങി വന്നിട്ട് 2 പേര് വണ്ടി കയറി സൈഡിൽ. അപ്പം അവന്റെ സൈഡിലേക്ക് നീങ്ങിയിരുന്നു. എന്റെ സുഹൃത്തുക്കളാണ് എന്നോട് പറഞ്ഞു. പിന്നെ നടിയാണ്, അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ചോദിക്കാനൊന്നും നിന്നില്ല. അവർ പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണം. ഞാൻ ജോലിക്കാരനാണ്. അവർ സൈഡിലേക്ക് കയറിയിരുന്നു. എന്നോട് പറഞ്ഞു ഈ റെഡ് കളർ ബാഗ് എടുത്ത് ആ വണ്ടിയിൽ കൊണ്ടുകൊടുക്കാൻ പറഞ്ഞു ഫ്രണ്ടിൽ കിടക്കണം സ്വിഫ്റ്റിലേക്ക്. ഞാൻ ഈ റെഡ് കളർ ബാഗ് എടുത്തുകൊണ്ട് സ്വിഫ്റ്റിന്റെ ഡിക്കി തുറന്നിട്ടുണ്ടായി, അതിലേക്ക് വെച്ച വഴി വണ്ടി 2 എടുത്ത് പോയി. പെടപെടെ എന്ന് പറഞ്ഞ് വണ്ടി എടുത്ത് പോയി. പിന്നെ നടൻ ലാലിന്റെ മകൻ ജീനും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപും ഉണ്ടായിരുന്നു. ഇവർ 2 പേരും ആ സമയത്ത് വണ്ടിയിൽ കയറിയ. അത് കഴിഞ്ഞ് അവരായിട്ട് സംസാരിച്ചു. അത് ഞാൻ ഈ ബാഗ് വെച്ചുകൊണ്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു വണ്ടി കയറിക്കോളാൻ പറഞ്ഞു. വണ്ടി കയറി വണ്ടി വൈറ്റിലേക്ക് എടുക്കാൻ ആദ്യം പറഞ്ഞത്. വൈറ്റിലേക്ക് എടുത്ത് വണ്ടി വൈറ്റിലേക്ക് എടുക്കണതിന്റെ ഇടയ്ക്ക് പറഞ്ഞു ഇത് എന്റെ സുഹൃത്തുക്കളാന്ന് പറഞ്ഞു. അപ്പൊ നടന്റെ മകൻ ലാലിന്റെ മകൻ ജീനെയും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറിനെ എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ ലാലിന്റെ സ്റ്റുഡിയോയിലുണ്ട്. വലിയ ബന്ധമില്ല, അവിടെ വർക്കുമായി ബന്ധപ്പെട്ട് കണ്ടിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് വണ്ടി എടുത്ത് എടപ്പള്ളി
എടപ്പള്ളിക്ക് എത്തണ എന്റെ ഇടയ്ക്ക് വണ്ടി ഇവര് സംസാരിച്ചു. നടി മഞ്ജു വാര്യരുടെ ബോംബെയിലെ ഫ്ളാറ്റിന്റെ സെയിൽ എന്തായിന്ന് ചോദിച്ചു എന്നോടല്ല, ഇവര് തമ്മില് ഭാവനയോട് ചോദിക്കണം. അപ്പൊ പറഞ്ഞു എത്രയും പെട്ടെന്ന് നടക്കും, നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ റെഡിയാകാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അവർ നിർത്തി. ഇത് കഴിഞ്ഞ് പാലാരിയുടെ പൈപ്പ് ലൈൻ എടപ്പള്ളി, എനിക്ക് കുറച്ച് ക്ലിയർ ആകുന്നില്ല, ഓർമ്മ ഒന്നുമില്ല, എടപ്പള്ളി വൈറ്റിലേക്ക് തിരിയാണ് അവിടെ വെച്ച് വണ്ടി വൈറ്റിലേക്ക് തിരിക്കാൻ പറഞ്ഞു. വൈറ്റിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ പാലാരിയുടെ പൈപ്പ് ലൈനിന്റെ അവിടെ വെച്ച് ഒരാളോടെ ടൗലും കെട്ടി നിൽക്കണ്ടായിരുന്നു, മുഖത്തൊരു ടൗലും കെട്ടി. വണ്ടി സൈഡാക്കാനോട് പറഞ്ഞു. അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, മാർട്ടിൻ ഇവിടെ ഇറങ്ങിക്കോ, അവിടെ നിന്ന് വണ്ടി അവരെടുത്തോന്ന് പറഞ്ഞു. ആ കയറിയ വ്യക്തിയാണ് ഇപ്പൊ പൾസർ സുനി എന്ന് പറഞ്ഞ ഈ കേസിൽ 1-ാം പ്രതിയായിട്ടുള്ളത്. അപ്പോഴാണ് ഞാൻ അയാളെ കാണുന്നത്. നട ലാലിന്റെ കൂടെ പേഴ്സണൽ ഡ്രൈവറായിട്ട് അയാളെ ഞാൻ 2-3 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അല്ലാതെ ഒരു ബന്ധം ഞാൻ അയാളും തമ്മിലില്ല. ലാൽ ക്രിയേഷനിൽ വർക്ക് ചെയ്യുന്നതാണ് ഈ പൾസർ സുനി എന്ന് പറഞ്ഞ വ്യക്തി. ഇത് കഴിഞ്ഞ് അവിടുന്ന് അനൂപും ഈ പൾസർ സുനിയും പിന്നെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപും ജീനും പൾസർ സുനിയും ഇവരും 3 പേരും വണ്ടി എടുത്തു പോയി. എന്നോട് പറഞ്ഞു പിറകിലൊരു വണ്ടിയുണ്ട്, അത് നമ്മുടെ വണ്ടിയാണ്, മറ്റേ അതിൽ കയറി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യും, ഞാൻ കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. ഇവർ വണ്ടി എടുത്ത് പോയി. പിറകിലുള്ള വണ്ടിക്കാരെ ഫോൺ അടിച്ചപ്പോൾ ഞാൻ അതിൽ കയറി. ഒരു കാരവാൻ വണ്ടിയായിരുന്നു എന്നാണ് എന്റെ കണക്കൂട്ടിലത്. അതിൽ TV ഫെസിലിറ്റികളൊക്കെ ഉണ്ടായി, കിടക്കാനുള്ള ബെഡ്, വാഷ് ബേസിൻ, മറ്റേ മുഖം നോക്കണ മിററൊക്കെ ഉണ്ടായിരുന്നു വണ്ടിയിൽ. പിന്നെ ഭയങ്കര സൗണ്ടിൽ പാട്ടും വെച്ചിട്ടുണ്ടായി, കളർ ലൈറ്റുകളും ഉണ്ടായിരുന്നു. അതിൽ ഡ്രൈവർ ഫോൺ അടിച്ച് വണ്ടി കയറാൻ പറഞ്ഞു. ഞാൻ വണ്ടി കയറി. ഇത് കഴിഞ്ഞ് ഏകദേശം കുറെ നേരം കറങ്ങിയതിന് ശേഷം, 1 മണിക്കൂർ മേലെങ്ങാണ്ട് കറങ്ങിയതിന് ശേഷം കാക്കനാട് ആപ്പിൾ ടവർ എന്ന് പറഞ്ഞൊരു ഫ്ലാറ്റ് ഉണ്ട്, അവിടെ കൊണ്ടുവന്ന് വണ്ടി എന്നോട് നിർത്തിയിട്ട് പറഞ്ഞു ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ ഇതിന്റെ ഇവിടെ ഇറങ്ങി എവിടേക്ക് കൊണ്ടുപോയി, എനിക്ക് ഒരു പിടിയില്ല, കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവർ തക്കിച്ച് വെച്ച്, നീ പറയുന്നിട്ട് മേഡം പാനോട് അവിടെ ഉണ്ട്, നീ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഞാൻ ഇറങ്ങി ചെല്ലുമ്പോൾ ജീൻ പോളും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപും പൾസർ സുനിയുടെ സൈഡിൽ ഏറ്റവും അറ്റത്ത് ഭാവന ഇരിക്കുന്ന, അതിന്റെ സൈഡിൽ പൾസർ സുനി ഇരിക്കുന്നത്, അതിന്റെ അപ്പുറത്ത് ജീനും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപും ഉണ്ടായി. അവർ രണ്ടുപേരും ഇറങ്ങി. ഭാവന എനിക്ക് നേരെ ഇടുന്നു. ഭാവനയുടെ പുറത്ത് കൈയിട്ട് ഇങ്ങനെ ഇരിക്കാറുണ്ട് പൾസർ സുനി ആ സമയത്ത്. ഇത് കഴിഞ്ഞ് എന്നെ കണ്ടപ്പോൾ ഏറ്റവും നേരെ എന്നിട്ട് ഡ്രസ്സ് ഇങ്ങനെ നേരെ കിട്ടു. ഇത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞ് വണ്ടി കയറാൻ പറഞ്ഞു. അപ്പൊ ഈ അനൂപും ഈ ജീൻ പോളും വണ്ടിയിൽ നിന്ന് ഇറങ്ങി. എന്നോട് പറഞ്ഞു പാലാരിവട്ടത്തേക്ക് വണ്ടി എടുക്കാൻ പറയണം. ഞാൻ വണ്ടി എടുത്തു, നടി പറയുന്നതനുസരിച്ച് ഞാൻ വണ്ടി എടുത്തു. ഈ സമയത്തൊക്കെ എന്റെ മൊബൈലൊക്കെ ആ സമയത്തൊക്കെ ഭാവനയുടെ ഇല്ല. ഞാൻ വണ്ടി എടുത്തു. പാലാരിവട്ടത്ത് പോണതിന്റെ ഇടയ്ക്ക് അവർ സംസാരിച്ചു. സുനി പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും നമ്മൾ ഗോവയിൽ വെച്ച് പ്ലാൻ ചെയ്തോണായിരിക്കണം, ഒന്നിലൊരു മാറ്റം ഉണ്ടാകരുത്. ലാലേട്ടന്റെ അടുത്തും രമ്യ നമ്പീശിന്റെ അടുത്തും മഞ്ജുവിന്റെ അടുത്തും ശ്രീകുമാറിന്റെ അടുത്തും ഞാൻ സംസാരിച്ചിട്ടുണ്ട്, എല്ലാ സപ്പോർട്ടും അവർ ചെയ്തോളും. പിന്നെ പറഞ്ഞു എനിക്ക് അവനെ തകർക്കണം, അത്രമാത്രം വാശി എനിക്കിരിക്കുന്നുണ്ട്, സിനിമ ഫീൽഡിൽ നിന്ന് അവനെ ഔട്ടാക്കണം, എല്ലാം കഴിഞ്ഞ അവസാനം കരഞ്ഞവൻ എന്റെ കാല് പിടിച്ചു വരും, ആ ഒരു അവസരത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കണേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഭാവന പൾസർ സുനിയോട് പറയണം. പൾസർ സുനിയൊക്കെ മൂളി കേൾക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് സിനിമ ഫീൽഡിൽ നിന്ന് എനിക്ക് അവനെ ഔട്ടാക്കണം, സാമ്പത്തികമായിട്ട് തന്നെ അവനെ തകർക്കണം, എല്ലാത്തിന്റെ അവസാനം അവനെന്നുള്ള വാക്കാണ്. അതുകൊണ്ട് എനിക്ക് അവനെ തകർക്കണം, കരഞ്ഞ എന്റെ അടുത്ത് വരും, കാല് പിടിച്ച്, ആ ഒരു അവസരത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കണേ എന്നൊക്കെ ഒരുപാട് പേര് സംസാരിച്ചു. പിന്നെ പറഞ്ഞു സുനിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ബഷീറിക്കയും ലാലും എല്ലാവരും ചെയ്തോളും. പിന്നെ ജയിലിൽ നിന്ന് ഫോൺ ചെയ്യുമ്പോഴായാലും ലെറ്റർ എഴുതുമ്പോഴായാലും ഭീഷണിയുടെ സ്വരം ഉണ്ടായിരുന്നു, പ്രത്യേകം ശ്രദ്ധിക്കണം നാദൃശ്യനെയും ആ പുണ്ണിനെയും വിളിക്കുമ്പോൾ. ഇതിങ്ങനെ എടുത്തു പറയണ്ടായി. ഇപ്പോഴൊന്നും എനിക്ക് കാര്യങ്ങൾ മനസ്സിലാകണ്ടായിരുന്നില്ല എന്തിനുള്ള ഇതായിരുന്നു എന്നുള്ളത്. എന്റെ ജീവിതത്തിൽ ഇന്നവരെ എന്റെ പേരിൽ ഒരു കേസ് പോലും ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ട് ഒരു കേസ് വന്നേക്കണം, പെറ്റി കേസ് പോലും ഉണ്ടായിട്ടില്ല. ഇത് കഴിഞ്ഞ് പാലാരിയുടെ പൈപ്പ് ലൈൻ എത്തി കഴിഞ്ഞപ്പോൾ ഭാവന വണ്ടി നിർത്താനോട് പറഞ്ഞു. ഞാൻ വണ്ടി നിർത്തി. സുനി ഭാവന തമ്മിൽ കെട്ടിപ്പിടിച്ചിട്ട് ചുണ്ടോട് ചുണ്ട് ചേർത്ത് കിസ് ചെയ്തിട്ട് അവർ ഇറങ്ങി. എന്നിട്ട് കൈകൊണ്ട് ഒരു ആക്ഷനൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് സുനി ഇറങ്ങിപ്പോയി. സുനി ഇറങ്ങി പോണേക്കും എന്നെ പറഞ്ഞു, ഡോർ തുറക്കണേക്കും എന്ന് പറഞ്ഞു, ഈ ഡ്രൈവർ ഒരു പ്രശ്നമാകുമല്ലോ എന്ന് പറയണം. അപ്പൊ ഭാവന പറഞ്ഞു ഒരു പ്രശ്നമില്ല, അവന്റെ കാര്യം ഞാനായിട്ട് എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞ് അവിടെ നിന്ന് സുനി, പൾസർ സുനി എന്ന് പറഞ്ഞ വ്യക്തി പോവാണ്. ഇത് കേസിന് പിടിച്ചു കഴിഞ്ഞപ്പോൾ പൾസർ സുനി എന്നുള്ള വ്യക്തിയാണെന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റിയ. ഇത് കഴിഞ്ഞ് ഒരു പൾസർ സുനി ഇറങ്ങിപ്പോയതിനു ശേഷം എന്നോട് ഭാവന പറഞ്ഞു നേരെ ലാലേന്റെ വീട്ടിലേക്ക് വണ്ടി വിടാൻ പറയാണ്. ഞാൻ ഭാവന പറഞ്ഞതനുസരിച്ച് ലാലിന്റെ വീട്ടിലേക്ക് വണ്ടി വിട്ടു. പോണ വഴിക്ക് നടി എന്നോട് പറഞ്ഞു, മാർട്ടി ഇപ്പം നടന്നതും കണ്ടതുമായ ഒരു കാര്യം നീ ആരോടും പറയാൻ നിൽക്കണ്ട, എന്നെക്കാളും വലിയ ശക്തികളാണ് അവര്, ഭരണപക്ഷത്തായാലും എല്ലാ രീതിയിലും നല്ല അധികാര കേന്ദ്രത്തിലിരിക്കുന്നവരായിരിക്കും നല്ല ബന്ധത്തിലാണ്. നീ ലാലേന്റെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ലാലേട്ടൻ എന്താ പറയണേ അതനുസരിച്ച് കേട്ടാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യണ്ട. പിന്നെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ മാറ്റി നിന്റെ വീട്ടുകാർക്കും നിനക്ക് ഉൾപ്പെടെ ബുദ്ധിമുട്ടുകളാണ്, നീ ഒരു കാര്യം ആരോടും പറയണ്ട. അവിടെ ചെന്ന് കഴിയുമ്പോൾ ലാലേട്ടൻ എന്താ പറയുന്നത് അതനുസരിച്ച് കേട്ടാൽ മതി. മാർട്ടിന്റെ ഫോൺ ഇതങ്ങോട്ട് പോയി എന്ന് വിചാരിച്ചേക്കാൻ പറഞ്ഞു, ലാലേട്ടനെ ഏൽപ്പിച്ചേക്കാൻ അങ്ങനെയും പറഞ്ഞു അതിന്റെ ഇടയിൽ. ഇത് കഴിഞ്ഞ് നടി ഞാൻ ലാലിന്റെ വീട്ടിലേക്ക് വണ്ടി ഗേറ്റിന്റെ അവിടെ എത്തി കഴിഞ്ഞപ്പോൾ വണ്ടി കുറച്ചുകൂടി അവിടെ കയറ്റിട്ട് പറഞ്ഞു വണ്ടി നിർത്താൻ പറഞ്ഞു. നിർത്തി. പറഞ്ഞ ഗവൺമെന്റിൽ ഒരു കാര്യം ആരോടും പറയണ്ട, മാറ്റി എവിടെയായിരുന്നാലും അവരുടെ ശ്രദ്ധ ഉണ്ടാവും മാറ്റിന്റെ മേലെ, അതുകൊണ്ട് ഒന്നും ആരോടും പറയണ്ട. പിന്നെ ലാലേട്ടൻ എന്താ പറയുന്നത് അതനുസരിച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രം മതി എന്ന് പറഞ്ഞു. എന്നിട്ട് വണ്ടി ഉള്ളിൽ കയറ്റിടാൻ പറഞ്ഞു. സിറ്റൗട്ടിലേക്ക് വണ്ടി കയറ്റിട്ടു. വണ്ടി കയറ്റിട്ടുന്നപ്പോൾ ലാല് ഡോറിന്റെ ഫ്രണ്ടിൽ നിൽക്കണ്ടായിരുന്നു. ഡോറ് ഇങ്ങനെ പുറത്തുനിന്ന് ക്ലോസ് ചെയ്തിട്ട് പുറത്ത് പകുതി തുറന്നിട്ടിട്ട് ഭാവന കണ്ടുപിടി ഭാവന ഓടിച്ചെന്ന് ലാലിനെ കെട്ടിപ്പിടിച്ച് അവര് അങ്ങനെ ചെറുതായിട്ട് ഹഗ്ഗൊക്കെ ചെയ്ത് ഉമ്മയൊക്കെ വെച്ചെന്ന് പറഞ്ഞിട്ട് അവിടെ ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഞാനാകെ ടെൻഷനിലായിരുന്നത് എന്താണെന്നൊന്നും മനസ്സിലാകണില്ല. അത് കഴിഞ്ഞ് ലാല് ഭാവനെ വീണ്ടും ഉള്ളിൽ കയറ്റിട്ട് ഡോർ ക്ലോസ് ചെയ്തിട്ട് ഇങ്ങനെ അടുത്തേക്ക് വന്നിട്ട് മാർട്ടിൻ ഇറങ്ങി വരാൻ പറഞ്ഞു. ഞാൻ ഇറങ്ങി ചെന്ന് വഴി പറഞ്ഞു, മാർട്ടിൻ ഇപ്പൊ കണ്ടതും കേട്ടതുമായി ഒരു കാര്യം ആരോടും പറയരുത്,
പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റനെ ഞാൻ കൊന്നുകളയും, ഒരു തെളിവ് പോലും ഇല്ലാണ്ട് നശിപ്പിച്ച് കളയും, വീട്ടുകാരെയും ഞാൻ ഉപദ്രവിക്കും. അത് നീ മറക്കണ്ട. നീ എവിടെയായിരുന്നാലും എന്റെ ആൾക്കാർ നിന്നെ വാച്ച് ചെയ്യാനുണ്ടാവും. അതുകൊണ്ട് നീ ഒരു കാര്യം ആരോടും പറയണ്ട. പിന്നെ ആരെന്ത് ചോദിച്ചാലും നടൻ ദിലീപും കാവ്യമാധവനും ഒരു ഹോട്ടൽ റൂമിൽ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ തടി ഭാവന കണ്ടു. ഈ വിവരം ഭാവന ദിലീപിന്റെ ഭാര്യ മഞ്ജു വാര്യരെ വിളിച്ച് അറിയിച്ചു. ഇതുള്ള വ്യക്തിവൈരാഗ്യം കാരണം ദിലീപിന് ഭാവനോട് വൈരാഗ്യമായി. ഈ വൈരാഗ്യത്തിന്റെ പുറത്ത് ഭാവനയെ ഉപദ്രവിക്കാൻ ദിലീപ് പൾസർ സുനി എന്ന് പറഞ്ഞ വ്യക്തിക്ക് കൊട്ടേഷൻ കൊടുത്തെന്ന് മാത്രം നീ പറഞ്ഞേക്കാം. വേറെ ഒരു കാര്യം നീ പറയണ്ട. എല്ലായിടത്തും എന്റെ ആൾക്കാരുണ്ട്. നിന്റെ വായന്ന് വീണ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ ആൾക്കാരുണ്ടാവും. പിന്നെ എല്ലാ കാര്യവും ഞാൻ പറയുമ്പോൾ മതി. വേറെ ഒരു ആരെന്ത് ചോദിച്ചാലും ഇത് മാത്രം പറഞ്ഞാൽ മതി എന്നും പറഞ്ഞ് ആടനെ മാറ്റി വെച്ചിട്ട് കഴിച്ചു പിടിച്ചിട്ട് അങ്ങനെ 2 കുലുക്കം കുലുക്കിട്ട് വന്ന് പറഞ്ഞു കേട്ടാ എന്നൊക്കെ പറഞ്ഞ് കുറെ ഭീഷണിപ്പെടുത്തി. ആളുകൊണ്ടും ആൾബലം കൊണ്ടും പൈസയും കൊണ്ടുള്ള സ്വാധീനം എനിക്കുണ്ടെന്നൊക്കെ പറഞ്ഞ് കുറെ ഡയലോഗുകൾ പുള്ളി അടിച്ചായിരുന്നു. സ്മോൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. സ്മോളിന്റെ മണം ഉണ്ടായിരുന്നു പുള്ളിയുടെ വായിന്ന്. ഇത് കഴിഞ്ഞ് എന്റെ ഒരു 3 വെള്ള പേപ്പർ ഒപ്പിടിച്ച് വാങ്ങിച്ചായിരുന്നു. ഇത് നീ എന്റെ ലക്ഷങ്ങൾ വാങ്ങിച്ചങ്ങളെ തെളിവാന്ന് പറഞ്ഞിട്ട് അപ്പോഴും ഞാൻ ചോദിച്ചിട്ട് സാറേ എന്താ ഇപ്പൊ തന്നെ എന്റെ മോമിൽ കയറി അടിച്ചു. പിന്നെ കുറെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു 5 മിനിറ്റോളം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ പ്രൊഡ്യൂസർ ആൻഡ് ജോസഫും വേറെ ഒരു 3-4 പേര് അവിടെ ഉണ്ടായിരുന്നു. ആരൊക്കെയാണെന്ന് എനിക്ക് വ്യക്തമല്ല. കണ്ടു കഴിഞ്ഞാൽ എനിക്കറിയാം. ഒരു 3-5 മിനിറ്റിന് ശേഷം ലാലി ഫോൺ എടുത്ത് DGP ലോകനാഥ് ബെഹ്റയെ വിളിച്ചിട്ട് സാറേ ആ ഡ്രൈവർ വെയിന് ഓടി ഉണ്ടെന്ന് മാത്രം പറയണേ, ഞാൻ കേട്ടായിരുന്നു, കുറച്ച് നീങ്ങിന്ന്. എന്നിട്ട് ഫോൺ കട്ട് ചെയ്തു. ഇത് കഴിഞ്ഞപ്പോൾ അവിടെ യതീഷ് ചന്ദ്ര എന്ന് പറഞ്ഞ അസിസ്റ്റന്റ് കമ്മീഷണർ അങ്ങാണ്ടായിരുന്നു പുള്ളി. അന്ന് വന്നിട്ട് വണ്ടി ഇന്നോവയില വന്നായിരുന്നു, യൂണിഫോം ഒന്നും ഇല്ലാണ്ട് വന്ന് എന്നെ മാറ്റി എടുത്തുകൊണ്ട് ചോദിച്ചു എന്താണ് മാറ്റി സംഭവിച്ചത്, എന്താണ് കാര്യങ്ങൾ. അപ്പൊ ഞാൻ ഈ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. പുള്ളി ഇതൊന്നും ക്ലിയർ അല്ല, മാറ്റിന്റെ ഫോൺ ഓടിയാൽ ഞാൻ പറഞ്ഞു എന്റെ ഫോൺ അടിയിട്ടില്ല. അപ്പൊ അങ്ങനെയല്ല. അപ്പൊ അവര് പുള്ളി അത് വിശ്വസിക്കാത്ത രീതിയിൽ മാറ്റിക്കൊണ്ട് വന്നേ, മാറ്റിന്റെ ഒരു മൊഴി എടുത്തിട്ട് വിട്ടേക്കാം എന്ന് പറഞ്ഞു. അന്നേരം അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ അമ്മ വാളാണ്ട് കിടക്കാൻ എനിക്ക് ആശുപത്രി കൊണ്ടുവന്ന് പറഞ്ഞിട്ട് എക്സ്ട്രാ എടുത്തേക്കണം ഓട്ടോ ഉണ്ടെന്ന്. ഞാൻ അന്ന് രാത്രി ഞാൻ പോകാനിരുന്നതല്ല. അങ്ങനെ പറഞ്ഞു പുള്ളി മാറ്റിന്റെ മൊഴി മാത്രം വെറുതെ എഴുതിയെടുക്കുള്ളൂ, എന്നിട്ട് മാറ്റിനെ വിട്ടേക്കാന്നും പറഞ്ഞു. അങ്ങനെ തൃക്കാക്കര സ്റ്റേഷനിലേക്ക് എന്നെ കൊണ്ടുപോകണം. അവിടെ ഇരുത്തി കഴിഞ്ഞപ്പോ പുള്ളിയുടെ ജീപ്പിൽ കയറ്റിട്ട് പുള്ളിയുടെ ഇന്നോവയിലെ വണ്ടിയിൽ കയറ്റിട്ട് ലാലിന്റെ വീണ്ടും പടി വരെ ആക്കി കഴിഞ്ഞപ്പോൾ അവിടെ വേറെ പോലീസ് ജീപ്പ് വന്നു. അവിടെ നിന്ന് തന്നെ അവരുടെ വണ്ടിയിൽ കൊണ്ടുപോയി തൃക്കാക്കര സ്റ്റേഷനാണെന്ന് തോന്നുന്നത്, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അവിടെ കൊണ്ടുപോയി ഇരുത്തി രാത്രി സെല്ലൊക്കെ അടച്ചു വിട്ടിട്ട് ഒരു 3 പേര് വന്നായിരുന്നു. അവരെന്നെ ഒരു റൂമിലേക്ക് മാറ്റി കൊണ്ടുപോയിട്ട് പറഞ്ഞു എനിക്ക് മുഖങ്ങൾ കണ്ടറിയാം, പേരുകൾ അറിയില്ല, യൂണിഫോം ഒന്നും ഉണ്ടായില്ല. എന്നെ ഒരുപാട് ഉപദ്രവിച്ചു. വന്നിട്ട് എന്നോട് പറഞ്ഞു ഉപദ്രവിക്കുന്ന ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാല് പറഞ്ഞവർക്ക് ഓർമ്മയുണ്ടല്ലോ, വെറുതെ അവരായിട്ട് മുട്ടാൻ നിൽക്കണ്ട, അവർ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ അനുസരിച്ചേക്കാം, അവര് മേളിലൊക്കെ നല്ല പിടിപാടുള്ളവരാ, വെറുതെ ജീവൻ കളയാൻ നിൽക്കണ്ട, എവിടെയായിരുന്നല്ലോ അവരുടെ ആൾക്കാരെ എല്ലായിടത്തും. അതും പറഞ്ഞ് ഒരുപാട് ഉപദ്രവിച്ചു. ഒരുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഒരുപാട് ഉപദ്രവിച്ചു. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിൽ ഉപയോഗിച്ചു. എന്നെ നാഭി തുടങ്ങി എല്ലായിടത്തും നല്ല രീതിയിൽ എന്നെ ഉപദ്രവിച്ചു. അതായത് അവരതിന്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് ചതവ് മാത്രം വന്നാൽ ഈ പാടുകൾ വരരുത്, വെളുത്ത ശരീരമായതുകൊണ്ട് കോടതിയിൽ ഹാജരാക്കും. അപ്പൊ എനിക്ക് അറിയില്ല എന്താ കാര്യങ്ങൾ, കോടതി പോലും പറയാനുള്ള ഒരു ഇത് എനിക്ക് അറിയില്ലായിരുന്നു. കേസിന്റെ പേരിൽ ആദ്യമായിട്ട് കോടതിയിൽ ഹാജരാക്കുമ്പോൾ പാടൊന്നും കാണരുത്, മെഡിക്കലിൽ കൊണ്ടുപോകുമ്പോൾ ഉള്ളിൽ ചട്ട കിടാവുന്ന രീതിയിൽ നല്ല ഇത് കൊടുക്കാൻ പറയണ്ട, ഒരു 3 പേര് ഇരുന്ന്. പിന്നെ നീ അവര് പറഞ്ഞു ലാല് പറഞ്ഞതനുസരിച്ച് ചെയ്തേക്കാം, മെനക്കെടുത്തരുത്, ഞങ്ങളുടെ കൈക്ക് പണി ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഭീഷണിപ്പെടുത്തി. അവിടെ നിന്ന് പിന്നെ തന്നെ വേറെ കാറില് അവിടെ തന്നെ കാറില് മുഖത്തും അപ്പത്തന്നെ ഈ മുഖത്തും കൂടിയിട്ടായിരുന്നു, കയ്യിൽ വിലങ്ങും വെച്ചിട്ടുണ്ടായിരുന്നു, കയ്യിൽ പിറകിലേക്ക് കെട്ടിയ വിലങ്ങ് വെച്ചായിരുന്നു തോന്നുന്നത്. അത് കഴിഞ്ഞ് എന്നെ ആലുവയിൽ ഒരു AV ജോർജ് എന്ന് പറഞ്ഞ ഒരു DSP. ഞാൻ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു കാര്യം പറയാം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആരെയും സപ്പോർട്ട് ചെയ്യാനോ ആരെയും അടിച്ചമർത്തി കാണിക്കാനോ ഒന്നുമല്ല. കുറച്ച് കാര്യങ്ങൾ കേട്ടപ്പോൾ എൻ്റെ കുറച്ച് അഭിപ്രായങ്ങളാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഭയങ്കര വലിയ ദിലീപിൻ്റെ സപ്പോർട്ടറാണ് അങ്ങനെ ഒന്നും വിചാരിക്കരുത്. കാരണം ഇപ്പോൾ വന്ന വീഡിയോസ് എല്ലാം ദിലീപിന് അനുകൂലമായിട്ടാണ്. അതായത് മാർട്ടിൻ്റെ 2ാമത്തെ മൊഴി വന്നതെന്ന് പറയുന്നത്, 2ാം പ്രതി മാർട്ടിൻ്റെ മൊഴി വന്നത്. അതായത് ഇതിനെല്ലാം ദിലീപിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് വന്നത്. ഇതൊന്നും ഇങ്ങനത്തെ ഒരു വീഡിയോ ഈ കേസിൻ്റെ ഉടനീളമായിട്ട് എവിടെയും വന്നിട്ടില്ല. മേ ബി കേസ് നടക്കുന്നത് കൊണ്ട് പുറത്തു വിടാത്തതായിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. ഇത് വീഡിയോ എന്നാണ് എടുത്തതെന്ന് പോലും ഒരു ഐഡിയയും ഇല്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക്. ഇതിൽ ആദ്യമേ പരാമർശിക്കുന്ന ഒരു പേരുണ്ട്, ഡയറക്ടർ ലാൽ. ഈ ഡയറക്ടർ ലാലിൻ്റെ പേര് ഈ 8 വർഷം കേസിൻ്റെ ഇടയിൽ എവിടെയും പരാമർശിച്ചിട്ടില്ല. അതായത് പുള്ളിക്കാരൻ്റെ സിനിമയുടെ ഷൂട്ടിൻ്റെ എന്തോ സെറ്റിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. ആ ഒരു ടൈമിൽ ആ ഒരു സംസാരം അല്ലാതെ പുള്ളിക്കാരൻ്റെ പേര് എവിടെയും ഇതിനെപ്പറ്റി വന്നിട്ടില്ല. ഒരു സാക്ഷിയായിട്ട് പോലും എവിടെയും ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാരണം 8 വർഷത്തിനിടയിൽ എൻ്റെ ഒരു ഓർമ്മയിൽ നിന്ന് പറയുന്നതാണ്, ലാൽ എന്ന പേര് ഞാൻ എവിടെയും കേട്ടിട്ടില്ല, ഡയറക്ടർ ലാൽ. ഇനിയിപ്പോൾ കുറേ പേര് ഇതിനെ മിസ്യൂസ് ചെയ്യുമായിരിക്കും. അതിൻ്റെ ഇടയിൽ ലാലേട്ടൻ എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ഡയറക്ടർ ലാലിനെയാണ് പുള്ളിക്കാരൻ ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ അതിനെ കുറേ പേര് എടുത്തു വെച്ച് ലാലേട്ടൻ ഇതിൻ്റെ കേസിൻ്റെ ഭാഗമാണ്, വ്യൂസും റീച്ചൊക്കെ കയറാൻ വേണ്ടി പലരും അത് യൂസ് ചെയ്യും, അത് വേറെ കാര്യം. ഓക്കെ, അപ്പം ഡയറക്ടർ ലാൽ എന്തുകൊണ്ട് ഇത്രയും നാളായിട്ട് പുള്ളിക്കാരൻ്റെ പേര് എവിടെയും വന്നില്ല? അത് 1ാമത്തെ കേസ്. 2ാമത്തെ കേസ് എന്ന് പറയുന്നത് രമ്യ നമ്പീശൻ. അതുപോലെ ഇതിൽ പറയുന്നൊരു പേരാണ് രമ്യ നമ്പീശൻ്റെ പേരും. ഈ പുള്ളിക്കാരിയുടെ പേരും അധികം ഈ ഒരു കേസിൽ ആരും അങ്ങനെ ചർച്ച ചെയ്ത് കണ്ടിട്ടില്ല ഞാൻ. ഓക്കെ,
പിന്നെ ഒരു കാര്യം, ഈ അവൾക്കൊപ്പം ടീംസിൻ്റെയോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പലരും വിധി വന്ന അന്ന് സ്റ്റോറി സ്റ്റാറ്റസ് എല്ലാം ഇടുന്നുണ്ടായിരുന്നു. അതായത് പൈസ ഉണ്ടെങ്കിൽ ഇവിടുത്തെ വിധിയെ മാറ്റിമറിക്കാൻ പറ്റും, പൈസയും പവറും ഉണ്ടെങ്കിൽ ഇവിടെ എന്ത് തോന്നിവാസവും കാണിച്ചിട്ട് സെലിബ്രിറ്റി സ്റ്റാറ്റസിലിരിക്കാൻ പറ്റും. ആ രീതിയിലുള്ള സ്റ്റോറി സ്റ്റാറ്റസൊക്കെ ഞാൻ കണ്ടായിരുന്നു. ഓക്കെ, എനിക്ക് അവരോട് ചോദിക്കാനുള്ളൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഈ ദിലീപിന്, അതായത് ദിലീപിന് നീതി കിട്ടി, അതായത് നീതിയല്ല, ദിലീപിനെ വെറുതെ വിട്ടു. ഓക്കെ, ആ ഒരു കേസിൽ ഒരു രീതിയിലുള്ള തെളിവും ഇല്ല എന്ന് പറഞ്ഞ് പുറത്തു വിട്ടു. ഓക്കെ, ദിലീപ് നല്ലവനാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല, പുറത്തു വിട്ടു. അപ്പോൾ പറഞ്ഞതാണ് പൈസയും പവറും ഉണ്ടെങ്കിൽ ഇതുപോലെ തെമ്മാടിത്തരം കാണിച്ചിട്ട് പുറത്ത് വരാൻ കഴിയും എന്ന രീതിയിലൊക്കെ ഒരു സംസാരം ഉണ്ടായിരുന്നു. ഞാൻ അവരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്, ദിലീപിന് എതിര് നിൽക്കുന്നവർ, അതായത് ഈ ഒരു കേസിൽ വിക്ടിമായവരുടെ കയ്യിൽ പൈസ ഇല്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? ഒന്ന് ചിന്തിച്ച് നോക്ക്. ദിലീപിനെ പോലെയുള്ള, അതായത് ദിലീപിൻ്റെ ആ ഒരു പ്രൈം ടൈമിൽ നിൽക്കുന്ന സമയത്താണ് ഈ കേസ് വരുന്നത്. അപ്പോൾ പുള്ളിക്കാരനെ താഴെ ഇറക്കാൻ ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ എത്ര പേര് ആ വിക്ടിമിൻ്റെ കൂടെ കാണും? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പം പൈസ ഉള്ളത് കൊണ്ട് ഇവിടെ എന്ത് തോന്നിവാസം കാണിക്കുക എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പറ്റും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പറ്റും. പക്ഷേ കോടതിയിൽ തെളിവും സാക്ഷിമൊഴികളും ആ ഒരു ബേസിസിലാണ് പല വിധികളും വരുന്നത്. ഓക്കെ, അതുകൊണ്ട് ദിലീപിനെതിരെ ഏതെങ്കിലും ഒരു പാവപ്പെട്ട പെൺകുട്ടിയാണ് നിന്നിരുന്നെങ്കിൽ കണ്ണും പൂട്ടി നമുക്ക് പറയാം പൈസയുടെ ബലത്തിൽ തന്നെയാണ് പുറത്തു വന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അതുപോലെ അല്ല ഇപ്പം. ഈ കേസിലെന്ന് പറഞ്ഞാൽ തുല്യരാണ് രണ്ടുപേരുടെ കയ്യിലും പൈസയുണ്ട്, പവറും ഉണ്ട്. ഓക്കെ, അതുപോലെ ഞാൻ മെൻഷൻ ചെയ്യുന്ന ഒരു കാര്യമാണ് സഞ്ജയ് ദത്ത് ഏകദേശം 5 വർഷമാണ് ജയിലിൽ കിടന്നത്. ദിലീപിനെക്കാളും പവറും പൈസയും ഉണ്ടായിട്ട് പുള്ളിക്കാരൻ ജയിലിൽ കിടന്നിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? സാക്ഷികളും തെളിവുകളും പുള്ളിക്കാരനെതിരായിരുന്നു, അതുകൊണ്ടാണ് ജയിലിൽ കിടക്കേണ്ടി വന്നത്. ഇവിടെ ദിലീപിന് സാക്ഷികളില്ലായിരുന്നു, തെളിവുകളില്ലായിരുന്നു, അതുകൊണ്ട് പുറത്തു വന്നു. ഈ നിൽക്കുന്ന ഓപ്പോസിറ്റ് ടീംസിനും പൈസ കൊടുത്തതൊക്കെ ഉണ്ടാക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതൊന്നും നമ്മൾ കണ്ടില്ല. അപ്പം പറയുമ്പോൾ ഒരു ലോജിക്കായിട്ട് ചിന്തിക്കുക. ദിലീപിനെതിരെ നിൽക്കുന്നവർക്കും പൈസയുണ്ട്, അതാദ്യം ഒന്ന് ചിന്തിക്കുക. എന്നിട്ട് ഈ സ്റ്റോറി സ്റ്റാറ്റസൊക്കെ വാരി അറിയുക. ഈ അവൾക്കൊപ്പം ടീംസിനോടാണ് ഞാൻ പറയുന്നത്. വേടന് സംസ്ഥാന അവാർഡ് കൊടുത്തപ്പോഴും ഈ അവൾക്കൊപ്പം ടീംസിനെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഇപ്പം നിങ്ങൾ കണ്ടു കാണും, മറ്റേ ഡബ്ബിങ് ചെയ്യുന്ന ഭാഗ്യലക്ഷ്മി വന്നിരുന്ന് ഘോരം വേടന് വേണ്ടി സംസാരിക്കുന്നത്. അതൊക്കെ എന്ത് ഇതിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് അപ്പോഴും കോടതി വിധിയെ മാനിക്കണം, ആ രീതിയിലാണുള്ള സംസാരം. ഇപ്പോൾ കോടതി വിധി അത് മാനിപ്പുലേറ്റഡ് ആണ്, ഈ കോടതിയിൽ എനിക്ക് വിശ്വാസമില്ല, ആ രീതിയിലൊക്കെയാണ് അവർ സംസാരിക്കുന്നത്. അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞു പോയപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ഈ കേസിനിടയിൽ ഇപ്പോൾ കേട്ടു വരുന്ന ഒരു പേരാണ് ശ്രീലക്ഷ്മി. ആ ശ്രീലക്ഷ്മിയുടെ കുറച്ച് വീഡിയോയും കൂടെ നമുക്കൊന്ന് കാണാം. അതായത് ശ്രീലക്ഷ്മിയെ പറ്റി ഈ ഒരു കേസിനുടനീളം ഇങ്ങനൊരു പേരെ ആരും കേട്ടിട്ടില്ല. ഈ പേര് പറഞ്ഞ്, അതായത് ഈ കേസ് വന്ന ശേഷമാണ് ഇങ്ങനൊരു പേര് തന്നെ ഇവിടെ കേൾക്കാൻ തുടങ്ങിയത്. ഓക്കെ, അതിൻ്റെ കാര്യം കൂടെ നമുക്ക് എന്തായാലും ഒന്ന് കേൾക്കാം. നടിയെ ആക്രമിച്ച കേസിലെ ഒരു മേഡത്തെക്കുറിച്ചാണ് ഇപ്പോൾ കൂടുതൽ ചർച്ച നടക്കുന്നത്. ഈ വിധിന്യായത്തിൽ ആ മേഡത്തെക്കുറിച്ച് എന്തെങ്കിലും സൂചനകളുണ്ടോ? ശ്രീധ, സൂചന മാത്രമല്ല, വളരെ വ്യക്തമായി ഒരു സ്ത്രീയുടെ പേരെടുത്ത് പറഞ്ഞിട്ട് അവരുടെ ഫോൺ നമ്പർ കൊടുത്തിട്ട് കോടതി ചോദിക്കുകയാണ് എന്തുകൊണ്ട് ഇതേക്കുറിച്ച് അന്വേഷിച്ചില്ല എന്ന്. വളരെ ഞെട്ടിക്കുന്ന ഒരു ഇൻഫർമേഷൻ ആണ് ഇത് എന്ന് തന്നെ പറയണം. ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇത്ര വിപുലമായ ഒരു വിധിന്യായം അതുകൊണ്ട് ഒറ്റയിരിപ്പിൽ വായിച്ചെടുക്കാൻ കഴിയുന്നില്ല. ഈ ദിവസങ്ങളിൽ നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഭാഗത്ത് നിന്ന് വായിച്ച് നമുക്ക് അടുപ്പോൾ ഇത് വായിച്ച് മറ്റുള്ള ചിലരുമായി, അതായത് കേസിനെ ഗൗരവമായി കാണുന്ന ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരാൾ ഹിന്ദു പത്രത്തിന്റെ കൊച്ചിയിലെ ബ്യൂറോ ചീഫ് KS സുധിയാണ്. സുധി ഇന്നലെ രാത്രി ഒരു ഏതാണ്ട് 1 മണിക്ക് ശേഷം വളരെ ഞെട്ടലോടെയാണ് എന്നെ വിളിച്ചിട്ട് പറയുന്നത് ഒരു ശ്രീലക്ഷ്മി എന്നൊരു പേരിനെ കുറിച്ച് പറയുന്നത്. ഞാനും അത് ഈ കേസ് ഫോളോ ചെയ്ത കാലത്തൊന്നും അങ്ങനെ ഒരു പേര് കേട്ടിട്ടില്ല. അത് നോക്കുമ്പോൾ വിധിന്യായത്തിന്റെ 891 പാരഗ്രാഫിലാണ് ഇത് പറയുന്നത്. ഈ ശ്രീലക്ഷ്മി എന്ന് പറയുന്ന കഥാപാത്രം ആരാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ ഒരു വിവരങ്ങളും കുറ്റപത്രത്തിൽ ചേർത്തിട്ടില്ല. അവരുടെ ഫോൺ നമ്പർ ഉണ്ട്, അത് ചേർക്കാൻ കാരണം എന്ന് പറയുന്നത് ഈ സംഭവം നടക്കുമ്പോൾ, അതായത് നടിയെ ആക്രമിക്കാൻ പോകുമ്പോഴും വരുമ്പോഴും ഈ നടി വാഹനത്തിൽ ഉള്ളപ്പോൾ തന്നെ പൾസർ സുനിയുടെ ഫോണിലേക്ക് മെസ്സേജുകൾ അയക്കുകയും വിളിക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീയാണ് ഈ ശ്രീലക്ഷ്മി. പക്ഷെ അതിനെക്കുറിച്ച് കുറ്റപത്രത്തിൽ അവരെ കുറിച്ച് ഒരു വിവരങ്ങളും ഇല്ല. അവരുടെ ഫോൺ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, പക്ഷെ അവരുടെ കോൾ റെക്കോർഡ്സ് ഇല്ല, അവരുടെ മറ്റു വെയർബോർഡ്സ് ഒന്നുമില്ല. എത്ര വിചിത്രമായ ഒരു കാര്യമാണ്. ഈ കുറ്റകൃത്യം നടക്കുന്ന വാഹനത്തിലെത്തുന്നുണ്ട് ഈ പൾസർ സുനി അവരുമായി ബന്ധപ്പെടുന്നുണ്ട്. അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ 17-ാം തീയതി സംഭവം നടക്കുന്ന ദിവസം ഏതാണ്ട് അന്ന് വൈകിട്ട് 6:22 മുതൽ 7:59 വരെ, അതായത് ഈ പൾസർ സുനി നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തുന്നതിന് ഏതാണ്ട് 1/2 മണിക്കൂർ മുമ്പ് വരെ ഇവർ തമ്മിൽ ബന്ധപ്പെടുന്നുണ്ട്. 6:22 മുതൽ 7:59 വരെ 6 കോളുകളുണ്ട്.
ആ, രാത്രി അതിനുശേഷം പിന്നാലെ 9:03 മുതൽ 9:56 വരെ 7 ഇൻകമിംഗ് മെസ്സേജുകൾ എന്ന് വെച്ചാൽ പൾസസുനിയുടെ ഫോണിലേക്ക് ഈ സ്ത്രീ മെസ്സേജ് അയച്ചിട്ടുണ്ട്. സംഭവം നടക്കുന്ന നമ്മൾ ആലോചിക്കണം. 10:30 ഈ പൾസസുനിയുടെ ഫോണിൽ ഈ നടിയുടെ ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നത്. അതിന് തൊട്ട് 9:56 വരെ, അതാണ്ട് ഏതാണ്ട് അരമണി. കണ്ടില്ലേ, ശ്രീലക്ഷ്മി എന്നൊരു പേര് പല സ്ഥലത്തും പുള്ളിക്കാരൻ പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു കേസിൻ്റെ ഉടനീളം ആ ഒരു പേര് ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അതായത് പുള്ളിക്കാരുടെ ഫോൺ റെക്കോർഡ്സോ കോൾ റെക്കോർഡ്സോ ഒന്നും പുറത്തു വിട്ടിട്ടില്ല. എന്തുകൊണ്ട്? ഇതിൽ കൂടുതലായിട്ട് അന്ന് കുറച്ച് തിരക്കി പോയപ്പോൾ മനസ്സിലായെന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ ആയതുകൊണ്ട് സ്ത്രീയുടെ വ്യക്തിത്വം, ഐഡൻറ്റിറ്റി പുറത്ത് വിടണ്ട എന്നാണ് അതിൻ്റെ അന്വേഷണം ചെയ്ത ഉദ്യോഗസ്ഥൻ പുറത്ത് പറഞ്ഞതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എനിക്ക് ചോദിക്കാനുള്ളൊരു ഇതാണ്, ഇങ്ങനത്തെ ഉള്ള ഒരു വലിയ പ്രശ്നം നടക്കുമ്പോൾ അതിൽ സ്ത്രീ പുരുഷൻ അങ്ങനെ ഒരു ജെൻഡർ വിവേചനം കാണിക്കേണ്ട കാര്യം എന്തോന്നാണ്? അതിൻ്റെ സ്ത്രീ കുറ്റം ചെയ്ത കുറ്റമല്ലേ ഇവിടെ? അല്ലെങ്കിൽ സ്ത്രീ ഒരിക്കലും കുറ്റം ചെയ്യില്ല എന്നാണോ? സ്ത്രീ പറയുന്ന എല്ലാം വിശ്വസിക്കണമെന്നാണോ? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഒരു അന്വേഷണം എത്തിച്ചെല്ലുന്ന ഒരു സ്ത്രീയിലോട്ടാണ്. ആ സ്ത്രീയിൽ എത്തിയപ്പം പറയുന്നതെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരുടെ ഐഡൻറ്റിറ്റി പുറത്തു വിടണ്ട, പുള്ളിക്കാരുടെ കോൾസ് റെക്കോർഡ് ചെയ്യണ്ട. എന്തോ ആണ് സ്ത്രീകൾ ഇവിടെ ആരും കുറ്റം ചെയ്യുന്നില്ല. പിന്നെ എന്തിനാണ് ഈ വനിതാ ജയിലൊക്കെ? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഈ വനിതാ ജയിലൊക്കെ പിന്നെ എന്തിനാണ്? സ്ത്രീകളെല്ലാം നല്ലവരാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ വനിതാ ജയിലും വനിതാ പോലീസും കാര്യങ്ങളൊക്കെ എന്തിനാണ്? പുരുഷന്മാർ മാത്രം എന്ത് ചെയ്താലും അങ്ങ് പിടിച്ചുകൊണ്ട് പോയാൽ പോരെ? എന്തിനാണ് വിചാരണ നടത്തുന്നത്? എന്തിനാണ് കോടതി? എനിക്കിതാണ് മനസ്സിലാവാത്തത്. സ്ത്രീ എന്ത് പറയുന്നു അത് കണ്ണും പൂട്ടി അങ്ങ് വിശ്വസിക്കും. ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കേസ് ഇങ്ങനെ ഒരു വീഡിയോ വന്ന സ്ഥിതിക്ക് ഇപ്പം അവൾക്കൊപ്പം ടീംസ് കിടന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഇതിനും കാലം മണ്ടയിലോട്ട് കോടതികളുണ്ട്, നിങ്ങൾ കോടതിയിലോട്ട് പോകണം. അത്രയ്ക്കാണെങ്കിൽ കോടതിയിലോട്ട് പോകണം. പോയിട്ട് ഇപ്പോൾ ഈ വീഡിയോസ് വന്നല്ലോ, ഈ വീഡിയോസിൽ ഇപ്പോൾ ഇതേവരെ പ്രതി ചേർക്കാത്ത പലരുടെയും പേര് വന്നിട്ടുണ്ട്. അവരെ വിളിച്ചു നിർത്തി മൊഴി എടുക്കുക, കേസുകൾ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോഴും ദിലീപിന് അനുകൂലമായിട്ടാണ് വിധി വരണമെങ്കിൽ അപ്പോഴും പറയും പവർ, പൈസ ഇതുകൊണ്ടാണ് പുറത്തു വന്നതെന്ന് പറയും. അവർക്ക് എങ്ങനെയെങ്കിലും ദിലീപിനെ കുറ്റക്കാരനാക്കിയിരുന്നെങ്കിൽ അവർക്ക് ഓക്കെ, അവർക്കൊപ്പം ടീംസിന് നീതി ലഭിച്ചു, അത് ലഭിച്ചു, ഇത് ലഭിച്ചു. ഈ ദിലീപ് എന്ന് പറയുന്നത് 8ാമത്തെ പ്രതിയാണ്. ഞാൻ പിന്നെയും പറയുന്നു, ഞാൻ പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതേ അല്ല. പുള്ളിക്കാരൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾ ആലോചിക്കുക, 8ാമത്തെ പ്രതിയാണ്. ഈ 8ാമത്തെ പ്രതിയിലോട്ട് അതിൻ്റെ ഇടയിലുള്ള 6 പേർക്കും ശിക്ഷ ലഭിച്ചു. എന്നിട്ട് നീതി ലഭിച്ചില്ല എന്നാണ് കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ട് ദിലീപാണ് ചെയ്തതെങ്കിൽ സാക്ഷികളും കൊണ്ട് തെളിവുകളും എല്ലാം കൊണ്ട് സബ്മിറ്റ് ചെയ്തിട്ട് പറയുക, ഇതാ പുള്ളിക്കാരനാണ് ചെയ്തത്. ഭാവന തന്നെ പറയുന്നുണ്ട്, പല കോടതി ബെഞ്ചിൽ എനിക്ക് വലിയ വിശ്വാസമില്ലായിരുന്നു എന്ന രീതിയിലൊക്കെ പല പോസ്റ്റുകളും പുള്ളിക്കാർ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ മുകളിലോട്ട് പോവുക. അതായത് ദിലീപ്, ഞാൻ പറഞ്ഞല്ലോ ദിലീപ് ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇത്രയും 8 വർഷം 9 വർഷം പുള്ളിക്കാരൻ്റെ കരിയർ ഉൾപ്പെടെ ഇടിഞ്ഞ് പണ്ടാരടങ്ങിയിരിക്കുകയായിരുന്നു. എന്നിട്ടൊരു ഡിഫേമേഷൻ കേസ് തിരിച്ച് കൊടുത്തിട്ടില്ല. അത് നിങ്ങൾ ആലോചിക്കുക. അപ്പം ഞാൻ പറയുന്നു, ദിലീപ് ഒന്നും ചെയ്തില്ല, അത് പഞ്ചപാവമാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. ദിലീപിനെ കുറ്റക്കാരനാക്കണം. ദിലീപാണ് ഇത് കുറ്റം ചെയ്തതെന്ന് നിങ്ങൾക്ക് 100% ഉറപ്പുണ്ടെങ്കിൽ മുകളിലെ കോടതിയിലോട്ട് പോവുക. നിങ്ങളുടെ കയ്യിലും പൈസ ഇല്ലേ, പവറില്ലേ? എന്തുകൊണ്ടത് യൂസ് ചെയ്തുകൂടാ? ദിലീപിനെ കുറ്റക്കാരനാക്കാൻ വേണ്ടി എത്രയോ പേര് നിങ്ങൾക്ക് പിന്തുണ തരുന്നുണ്ട്. അവരെ എല്ലാവരും സപ്പോർട്ട് കൂടി നിങ്ങൾക്ക് എന്താ മുകളിലോട്ട് പോയിക്കൂടെ? ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഞാനിവിടെ ആരെയും സപ്പോർട്ട് ചെയ്യാനും ഡിഫെയിം ചെയ്യാനും വന്നതൊന്നുമല്ല. എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇതിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്, മീൻസ് ഈ ഒരു ടോപ്പിക്കിൽ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പം കുറേ കാര്യങ്ങൾ പറഞ്ഞു പോയാൽ പല ടോപ്പിക്കിൽ നിന്ന് ഇങ്ങനെ മാറി പൊയ്ക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഇതിൽ നിന്ന് തന്നെ സംസാരിക്കുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നതെന്ന് പറഞ്ഞാൽ ഈ വീഡിയോ വരുന്നതിൻ്റെ തലേ ദിവസം നമ്മുടെ KSRTC ബസ്സിൽ ദിലീപിൻ്റെ സിനിമ ഇട്ടതിന് വരെ ബഹളം ഉണ്ടായിട്ടുണ്ട്. ഒരു സ്ത്രീ എണീറ്റ് നിന്ന് അവൾക്കൊപ്പമാണ് നമ്മൾ, ഈ സിനിമ നമുക്ക് കാണാൻ പറ്റത്തില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് തരം ഷോയാണ് അതൊക്കെ. വെറും ഷോയാണ്. സീരിയസ്ലി അതൊക്കെ വെറും ഷോയാണ്. സിനിമ വേറെ, ജീവിതം വേറെ. ഓക്കെ, ഈ സിനിമ ചെയ്യുന്ന എല്ലാവരും ഭയങ്കര പുണ്യാളന്മാരാണ്, ഒന്നും ചെയ്യാത്തവരാണെന്നാണ് പറയുന്നത്. ഈ അതായത് ആണുങ്ങൾ മാത്രമല്ല ഞാനിപ്പം പോയിന്റ് ഔട്ട് ചെയ്ത് സംസാരിക്കുന്നത്, ഫീമെയിൽസിന് ഉൾപ്പെടെയാണ്. ഓക്കെ, നിങ്ങൾ എണീറ്റ് എന്ന് പറയുന്ന കേട്ടാൽ തോന്നും സിനിമയിൽ എന്ത് കാണിക്കുന്നു അതാണ് എല്ലാവരും ജീവിതത്തിൽ ചെയ്യുന്നത്. അതിൽ പറയുന്നത് നിങ്ങൾ ദിലീപിനെ പോലെ ആവാൻ നോക്കണ്ട, അവനെ പോലെ ആവാൻ നോക്കണ്ട. ഇത് എന്താണ് പുള്ളിക്കാരൻ്റെ സിനിമ ഉണ്ടെന്നും പറഞ്ഞ് പുള്ളിക്കാരനെ പോലെ ആവൂ? എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ മമ്മൂട്ടി ചിത്രം കളങ്കാവലിൽ പുള്ളിക്കാരൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ബ്രൂട്ടലായിട്ടുള്ളൊരു വില്ലൻ കഥാപാത്രമാണ്. അങ്ങനെ സിനിമ ഉണ്ടെന്നും പറഞ്ഞ് നമ്മൾ അങ്ങനെ പോലെ ആവണമെന്നുണ്ടോ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലോജിക്ക് വെച്ച് ചിന്തിക്കുക.
പിന്നെ വൈറലാവാൻ വേണ്ടി ചെയ്തതാണെങ്കിൽ ഓക്കെ, നമുക്കൊന്നും പറയാനില്ല. എനിക്ക് ആ വീഡിയോ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. കാരണം നിങ്ങൾക്ക് അത് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ അത് വീഡിയോ എടുത്ത് ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇടേണ്ട ഒരു കാര്യമില്ല. സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുക അവിടെ, എന്നിട്ട് അതങ്ങ് യാത്ര തുടരുക. ഇത് പുള്ളിക്കാർ തന്നെ എടുത്ത വീഡിയോ ആണ് പുറത്തു വന്നത്. അതെന്തിനാണ്, അതിൻ്റെ ആവശ്യം എന്തോന്നാണ്? എന്നിട്ട് അതേ ലേഡി വേടനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഫേസ്ബുക്കിൽ പുള്ളിക്കാർ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതും നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ വേടൻ്റെ വിധി കോടതി മാനിക്കണം, കോടതി വിധി മാനിക്കണം. ഇത് വരുമ്പോൾ കോടതിയിൽ പൈസ എറിഞ്ഞു, പവർ കാണിച്ചു പുറത്തു വന്നു. ഇരട്ടത്താപ്പാണോ? മനസ്സിലാകുന്നില്ല. പലരും ഈ അവൾക്കൊപ്പം ടീമിലെ പലരും ഇങ്ങനെ തന്നെയാണ് പോസ്റ്റ് ചെയ്യുന്നത്.